ഹലോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നിങ്ങളെ എന്തുകൊണ്ടാണ് പെൺകുട്ടികളൊക്കെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നത്? നിങ്ങളിപ്പോൾ റെസ്റ്റോറൻറ്റിൽ ഫുഡ് കഴിക്കാൻ പോകുന്നതാകാം, അല്ലെങ്കിൽ ഏതെങ്കിലും ബസ്സിലൊക്കെ ട്രാവൽ ചെയ്യുന്ന സമയത്താവാം, അല്ലെങ്കിൽ ലൈബ്രറിയിൽ പോകുമ്പോൾ, അല്ലെങ്കിൽ നമ്മൾ ഡ്രസ്സ് എടുക്കാൻ വേണ്ടിയിട്ട് ടെക്സ്റ്റൈൽസിൽ പോകുമ്പോൾ, ഇങ്ങനെയൊക്കെ പോകുന്ന സമയത്ത് ഏതെങ്കിലും പെൺകുട്ടികൾ നിങ്ങളെ തന്നെ ഇങ്ങനെ തുറിച്ച് നോക്കാറുണ്ടോ? ഇതെന്തായിരിക്കും കാര്യം? ഇതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക്. ഇതിനെക്കുറിച്ച് അറിയാൻ ആഗ്രഹമുള്ള നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. ഇതിലെ ഒന്നാമത്തെ കാര്യമായിട്ട് നമുക്ക് പൊതുവെ നടക്കുന്ന ഒരു കാര്യം എടുക്കാം. അതായത് അട്രാക്ഷൻ. ഇപ്പോൾ പെൺകുട്ടികൾക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നുമ്പോൾ അവരിങ്ങനെ നിങ്ങളെ തുറിച്ച് നോക്കാറുണ്ട്. ഇപ്പം നമ്മൾ എടുക്കുകയാണെങ്കിൽ എക്സാമ്പിൾ എടുക്കാം. ഒരു ബസ് എടുക്കുകയാണെങ്കിൽ ആ ബസ്സിലെ കണ്ടക്ടറെ ഞാൻ നോക്കും, ഡ്രൈവറെ നീ നോക്കിക്കോ, പിന്നെ കിളിച്ചേട്ടന്മാരുണ്ടല്ലോ അവരെ നിങ്ങൾ നോക്കിക്കോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പെൺപിള്ളേർ ഇങ്ങനെ ഒരു പഠിക്കുന്ന ആ ഒരു ടൈമിലൊക്കെ അവരിങ്ങനെ തമാശയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പറയാറുണ്ട്. ചിലപ്പോൾ അതുകൊണ്ടാവാം നിങ്ങളെ നോക്കുന്നത്. അട്രാക്ഷൻ്റെ പുറമെ വെറുതെ ഒരു തമാശയ്ക്ക് ഒരു അട്രാക്ഷൻ തോന്നിയിട്ട് മാത്രം അവർ നിങ്ങളെ നോക്കുന്നതാവാം. അതാണ് നമ്മുടെ ഒന്നാമത്തെ കാര്യം. ഇനി രണ്ടാമത്തെ കാര്യം എടുക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങൾ ബസ്സിലൊക്കെ പോകുന്ന സമയത്ത് പൊതുവേ നമ്മളിപ്പം ഉറങ്ങി, അതായത് അടുത്തിരിക്കുന്ന ആളുടെ അടുത്തേക്ക് ഇങ്ങനെ ഉറങ്ങി വീഴാറുണ്ട്. ചിലപ്പോൾ നമ്മുടെ തല പോയിട്ട് കമ്പിയിലിടിക്കാറുണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ ബസ്സിൽ ഇറങ്ങാൻ വേണ്ടിയിട്ട് എണീറ്റ് നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ കൈയൊക്കെ സ്ലിപ്പാകാറുണ്ട്, നിങ്ങൾ വീഴാൻ പോകാറുണ്ട്. ഇങ്ങനെയൊക്കെ ഒരു ബസ്സിലെ കാര്യം എടുക്കുകയാണെങ്കിൽ നടക്കാറുണ്ട്. ഇപ്പം നിങ്ങൾ നടന്നു പോകുമ്പോഴാണെങ്കിൽ എവിടെയെങ്കിലും തെന്നി വീഴാൻ പോകുക, അല്ലെങ്കിൽ നിങ്ങൾ നടന്നു പോകുന്ന സമയത്ത് നിങ്ങളുടെ അടുത്തൂടെ ഒരു വണ്ടി പോകുകയാണ്, ആ വണ്ടിയിൽ നിന്നുള്ള ചെളിയൊക്കെ നിങ്ങളുടെ മേത്ത് തെറിക്കുകയാണ്. ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ പെൺകുട്ടികൾ പൊതുവെ നിങ്ങൾ ശ്രദ്ധിക്കും. കാരണം അവരുടെ മനസ്സിൽ ഈ കാര്യങ്ങൾ കിടക്കുന്നതുകൊണ്ട് തന്നെ ഇനിയും നിങ്ങൾക്ക് ഇങ്ങനത്തെ അബദ്ധങ്ങളൊക്കെ പറ്റുമോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടും അവരിങ്ങനെ ശ്രദ്ധിക്കാറുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഗോസിപ്പാണ്. കാരണം പെൺപിള്ളേരെന്ന് പറയുമ്പോഴത്തേക്കും എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടെങ്കിൽ പരസ്പരം അവർ ഷെയർ ചെയ്യുന്നവരാണ്. കാരണം എല്ലാവർക്കും ഒരുപാട് ബെസ്റ്റ് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർ ഒരാൾ കാണുന്ന കാര്യം മറ്റുള്ള ആളിലേക്ക് ഷെയർ ചെയ്യും. അങ്ങനെ പരസ്പരം അവരെല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യുന്നവരാണ്. ഇപ്പം നിങ്ങളെക്കുറിച്ചിട്ട് എന്തെങ്കിലും ഒരു ഗോസിപ്പോ കാര്യങ്ങളോ ഒക്കെ കേട്ടിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? ഒരാൾ കേട്ടിട്ടുണ്ടെങ്കിൽ മറ്റേ ആളുമായിട്ട് ഷെയർ ചെയ്യും. പിന്നെ ആ ആൾ ബാക്കിയുള്ളവരോട് ഷെയർ ചെയ്യും. അങ്ങനെ ഒരു ഗ്രൂപ്പിൽ തന്നെ ആ കാര്യങ്ങൾ ഷെയർ ചെയ്യുന്നതുണ്ടാവും. ചിലപ്പോൾ ചെറിയൊരു കാര്യമായിരിക്കും. നിങ്ങളിപ്പം ബസ്സിലൊക്കെ പോകുന്ന സമയത്ത്, ബസ് എന്ന് പറയുന്നൊരു എക്സാമ്പിൾ മാത്രമാണ്. ഇപ്പം നിങ്ങൾ നടന്നു പോകുക അല്ലെങ്കിൽ എവിടെയെങ്കിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ഒന്ന് തുമ്മുകയാണ്. ആ തുമ്മൽ കേൾക്കുമ്പോഴത്തേക്കും നമ്മൾ പൊതുവേ തുമ്മുന്ന അല്ലാത്ത രീതിയിലൊരു സൗണ്ടാണ് നിങ്ങൾ തുമ്മുമ്പോൾ ഉണ്ടാകുന്നതെങ്കിൽ അവർക്ക് അതൊരു കൗതുകമായിട്ട് തോന്നും. ആ കാര്യം അവരെന്ത് ചെയ്യും? അവരുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യും. ആ ചേട്ടൻ തുമ്മിയതാ ഇങ്ങനെയാണ്, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൗണ്ടാണ് ആ വ്യക്തി തുമ്മുമ്പോൾ ഉണ്ടാകുന്നത്. ഇങ്ങനെ ഒരു കാര്യം എന്ത് ചെയ്യും? അവർ പരസ്പരം ഷെയർ ചെയ്യും. പിന്നെ നിങ്ങളെ കാണുമ്പോഴത്തേക്കും ഈ കാര്യമായിരിക്കും അവരുടെ മനസ്സിലേക്ക് ആദ്യമേ വരുന്നത്. അപ്പോൾ അവരെന്ത് ചെയ്യും? നിങ്ങൾ തുമ്മുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ട് നിങ്ങളെ തന്നെ ശ്രദ്ധിക്കും. അവർ പൊതുവെ അങ്ങനെ ശ്രദ്ധിക്കുമ്പം നിങ്ങൾക്ക് തോന്നുന്നത് എന്തായിരിക്കും? അവരെന്താണ് എന്നെ ഇങ്ങനെ തുറിച്ച് നോക്കുന്നത്? പക്ഷെ അവരുടെ മനസ്സിൽ എന്താണ്? നിങ്ങൾ അന്ന് തുമ്മിയ ആ രീതിയിൽ ബാക്കിയുള്ളവർ കേട്ടു, അവർക്കൂടി കേൾക്കാനൊരു ആഗ്രഹമുണ്ട്. അതിന് വേണ്ടിയിട്ടായിരിക്കും അവർ നിങ്ങളിങ്ങനെ തുറിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അവർ ശ്രദ്ധിക്കുകയായിരിക്കും നിങ്ങളെ ചെയ്യുന്നത്, തുറിച്ച് നോക്കുകയല്ല. അവർ നിങ്ങൾ ആ പ്രവൃത്തി വീണ്ടും ചെയ്യുന്നുണ്ടോ ഇല്ലേ എന്നുള്ളൊരു കാര്യം അറിയാൻ വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്. അപ്പോൾ അതാണ് മൂന്നാമത്തെ കാര്യം. ഇനി നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് വീണ്ടും നമുക്ക് കോമൺ ആയിട്ടുള്ളൊരു കാര്യം എടുക്കാം. ഇഷ്ടം കൊണ്ടാവാം. ചിലപ്പം നിങ്ങളെ കാണുമ്പോഴത്തേക്കും നിങ്ങൾക്ക് നല്ല താടി, മുടി, ഹൈറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ അത്യാവശ്യം ഗേൾസിനൊക്കെ നിങ്ങളെ ഇഷ്ടപ്പെടും. നിങ്ങൾ കമ്മിറ്റഡ് ആണോ അല്ലയോ എന്നൊക്കെ അവർക്കറിയാൻ ആഗ്രഹം ഉണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ചലനങ്ങളും കാര്യങ്ങളും ഒക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ടാവാം അവരിങ്ങനെ സൂക്ഷിച്ച് നോക്കിക്കൊണ്ടിരിക്കുന്നത്. അതായത് നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അവർക്ക് ഇഷ്ടം തോന്നിയിട്ടാവാം നിങ്ങളിങ്ങനെ നോക്കുന്നത്. ഇനി അഞ്ചാമത്തെ കാര്യം നമുക്ക് വീണ്ടും നമ്മുടെ ബസ് തന്നെ ഒരു എക്സാമ്പിളായിട്ട് എടുക്കാം. ഇപ്പം നിങ്ങൾ ബസ്സിൽ പോകുന്ന സമയത്ത് നിങ്ങൾ സ്റ്റോപ്പ് എത്തി, നിങ്ങൾ ഇറങ്ങാൻ പോകുന്ന സമയത്ത് ഒന്നില്ലെങ്കിൽ ഒരാളുടെ കാലിൽ കയറി ചവിട്ടുകയാണ്. നിങ്ങൾ ഒരിക്കലും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല അവരെ ചവിട്ടുന്നത്. പിന്നെ നിങ്ങളല്ലെങ്കിൽ സ്ലിപ്പായിട്ട് അവരുടെ മേത്തൊന്ന് പോയി ജസ്റ്റ് ഒന്ന് തട്ടി, അപ്പോൾ അവർക്കത് ഭയങ്കരമായിട്ട് ഇറിറ്റേഷൻ ആവും. പിന്നെ ആ ഒരു ദേഷ്യം അവരുടെ മനസ്സിൽ കിടക്കും കുറച്ച് ദിവസത്തേക്ക്. അപ്പോൾ അതുകൊണ്ടാവാം അങ്ങനെ നിങ്ങളെ ദേഷ്യപ്പെട്ട് അവരിങ്ങനെ തുറച്ചു നോക്കുന്നത്. അപ്പോൾ അവർ അങ്ങനെ ദേഷ്യപ്പെട്ട് നോക്കാൻ ഒരു ചാൻസ് ഉണ്ട്. അതാണ് നമ്മുടെ അഞ്ചാമത്തെ കാര്യം എന്ന് പറയുന്നത്. ഇനി നമ്മുടെ ആറാമത്തെ കാര്യം എന്ന് പറയുന്നത്, പൊതുവെ നമ്മൾ പറയും ബോയ്സ് കമൻ്റ് അടിക്കുമെന്ന്, അല്ലേ? പക്ഷേ ബോയ്സ് മാത്രമല്ല, ഗേൾസും കമൻറ്റ് പറയാറുണ്ട്.
അത് എല്ലാവരുമല്ല, കുറച്ച് ആൾക്കാർ, ഒരേ വൈബുള്ള കുറച്ച് ആൾക്കാർ കൂടിയിട്ടുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ഇങ്ങനത്തെ കമൻറ്റും കാര്യങ്ങളൊക്കെ ബോയ്സിനെ കുറിച്ചും പറയാറുണ്ട്. ഇങ്ങനെ പറയുന്ന സമയത്ത് അവർ ബെറ്റും കാര്യങ്ങളൊക്കെ വെക്കാം. ആ ചേട്ടൻ നിന്നെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക, അല്ലെങ്കിൽ ഈ ചേട്ടൻ നിന്നെ നോക്കുകയാണെങ്കിൽ ഇങ്ങനെ ചെയ്യുക. ഇത് തമാശയ്ക്ക് വേണ്ടി മാത്രം, അത് ജസ്റ്റ് ഒരു ഫണ്ണിന് വേണ്ടിയിട്ട് മാത്രം നിങ്ങൾ അവരെ നോക്കുന്നുണ്ടോ എന്നറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ നിങ്ങളെ ശ്രദ്ധിക്കും. അങ്ങനെയും ആകാം. ഇനി ഏഴാമത്തെ കാര്യം എന്ന് പറയുന്നത്, നിങ്ങളിലൂടെ അവർക്ക് എന്തെങ്കിലുമൊക്കെ നേടിയെടുക്കാൻ, അതായത് നിങ്ങളെ ഹെൽപ്പ്, അവർക്ക് എന്തെങ്കിലും ആവശ്യമാണെങ്കിൽ അതിന് വേണ്ടിയിട്ട് അവർ നിങ്ങളിങ്ങനെ നോക്കും. നിങ്ങൾ അവരെ സഹായിക്കുമോ അതറിയാൻ വേണ്ടിയിട്ടായിരിക്കും അവർ നിങ്ങളെ നിരീക്ഷിക്കുകയായിരിക്കും. അവർക്കിപ്പോൾ എന്തെങ്കിലും ഒരു ആവശ്യം ഉണ്ടെങ്കിൽ നിങ്ങളെ കൊണ്ട് അത് പോസിബിൾ ആണോ അല്ലയോ എന്നറിയാൻ വേണ്ടിയിട്ട് അവരിങ്ങനെ നിങ്ങളെ തന്നെ നിരീക്ഷിക്കാറുണ്ട്. അങ്ങനെയും നോക്കാം. ഇനി ചില ആൾക്കാർക്ക് ഒരു സംശയമുണ്ട്, കല്യാണം കഴിഞ്ഞവരും അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു റിലേഷൻഷിപ്പിൽ ഉള്ളവരും നിങ്ങളെ എന്തിനാണ് നോക്കുന്നതെന്ന്. ഇതിനും കാരണമുണ്ട്. ഒന്നില്ലെങ്കിൽ നിങ്ങളറിയാതെ അവർക്ക് നിങ്ങളെ പരിചയമുണ്ടാവണം, അല്ലെങ്കിൽ ഇതേപോലെ തന്നെ ഗോസിപ്പും കാര്യങ്ങളും എന്തെങ്കിലും കേട്ടിട്ട് ആവാനും ചാൻസ് ഉണ്ട്, അല്ലെങ്കിൽ നിങ്ങളോടൊന്ന് പരിചയപ്പെടാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഫോർ ഒരു ഫ്രണ്ട്ഷിപ്പ്, അതിന് വേണ്ടിയിട്ട് ആവാനും ചാൻസ് ഉണ്ട്. അല്ലാത്ത റിലേഷൻഷിപ്പിലുള്ളവരോ കല്യാണം കഴിഞ്ഞവരോ ഒക്കെ ഇങ്ങനെ തുറച്ച് നോക്കിയെന്ന് വിചാരിച്ചിട്ട് അവർക്ക് നിങ്ങളോട് അട്രാക്ഷൻ തോന്നണം എന്നൊന്നുമില്ല. ഒരിക്കലും ട്രൂ റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ആത്മാർത്ഥമായിട്ട് ഒരാളെ സ്നേഹിക്കുന്നുണ്ടെങ്കിൽ വേറെ ആരെയും നോക്കാൻ ആർക്കും പറ്റത്തില്ല. അതുകൊണ്ട് അവരിങ്ങനെ തുറച്ച് നോക്കി എന്ന് വിചാരിച്ചിട്ട് ആരും പേടിക്കുമെന്ന് വേണ്ട. ഒന്നില്ലെങ്കിൽ അവർക്ക് ഫ്രണ്ട്സ് ആവാനായിരിക്കും, അല്ലെങ്കിൽ നിങ്ങളെക്കുറിച്ചിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യം അവർക്ക് അറിയാം. ഇതുകൊണ്ടൊക്കെ ആവണം പൊതുവെ അവർ നിങ്ങളെ ശ്രദ്ധിക്കുന്നത്. പിന്നെയുള്ളൊരു ഡൗട്ടാണ്, ഇപ്പോൾ പ്രായം കൂടി നിങ്ങൾക്ക് അത്യാവശ്യം ഏജ് ഉണ്ട്, പ്രായം കുറഞ്ഞ കുട്ടികൾ നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തുറച്ച് നോക്കുന്നതെന്ന്. ഇതും ആദ്യം പറഞ്ഞ പോലെ തന്നെ ആവണം. ഗോസിപ്പും കാര്യങ്ങളൊക്കെ എന്തെങ്കിലും കേട്ടിട്ടുണ്ടാവണം, അല്ലെങ്കിൽ ചുമ്മാ ഒരു തമാശയ്ക്ക് വേണ്ടിയിട്ട് നോക്കുന്നതാവാം. പ്രേമത്തിന് പിന്നെ പ്രത്യേകിച്ച് ഏജോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ. അതിപ്പോൾ ആരോട് വേണമെങ്കിലും തോന്നാവുന്ന ഒരു കാര്യമാണ്. ഇനിയിപ്പോൾ നിങ്ങളെ ഒരു പെൺകുട്ടി ഇങ്ങനെ എപ്പോഴും തുറച്ച് നോക്കുന്നത് നിങ്ങൾക്കത് ഭയങ്കര ഡിസ്റ്റർബൻസ് ആയിട്ട് തോന്നുവാണെങ്കിൽ നിങ്ങൾക്ക് അവരോട് പോയി ചോദിക്കാം, നിങ്ങൾ എന്നെ ഇങ്ങനെ ശ്രദ്ധിക്കുന്ന പോലെ എനിക്ക് തോന്നി, നിങ്ങൾക്ക് എന്തെങ്കിലും എന്നിൽ നിന്നും അറിയാനുണ്ടോ എന്ന് നിങ്ങൾക്ക് പോയി അവരോട് ചോദിക്കാവുന്നതുമാണ്. നിങ്ങൾ അങ്ങനെ ഓപ്പണായിട്ട് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരുടെ മനസ്സിൽ എന്തെങ്കിലും കാര്യമൊക്കെ ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഓപ്പണായിട്ട് തന്നെ നിങ്ങളോടത് സംസാരിക്കുകയും ചെയ്യും. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും യൂസ്ഫുള്ളായി എന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടം തീർച്ചയായിട്ടും സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.